ഗൈസ് എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിടെക് ഡെയറി ടെക്നോളജി കോഴ്സിന് ശേഷം നമുക്ക് ജോബ് ലഭിക്കാൻ ചാൻസസ് ഉള്ള പലതരം ഓപ്പർച്യൂണിറ്റീസ്, മേഖലകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഓപ്പർച്യൂണിറ്റീസ് ആർ വെരി വാസ്റ്റ്. അതായത് പല മേഖലകളിൽ നമുക്ക് അവസരങ്ങളുണ്ട്. അതായത് ഗവൺമെന്റ് മേഖലയിൽ, പ്രൈവറ്റ്, കോഓപ്പറേറ്റീവ്, അല്ലെങ്കിൽ ടീച്ചിങ്, റിസർച്ച് ആൻഡ് മെനി മോർ എബ്രോഡ് ഓപ്ഷൻസ് ഓൾസോ. പക്ഷേ നമുക്ക് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഓരോരോ സെക്ഷൻസ് ആയിട്ട്, അതായത് ഓരോരോ മേഖലയിൽ നമുക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഓരോരോ പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ ഗവൺമെന്റ് ജോബ്സ് എന്തൊക്കെയാണെന്നുള്ളതും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയുന്നതാണ് ഈ ഡെയറി ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡെയറി ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പം ഇതിൽ നമുക്ക് മെയിനായിട്ടും മിൽക്ക് കളക്ഷൻ, പ്രോസസ്സിങ്, പാക്കേജിങ്, അതിൻ്റെയൊക്കെ സൂപ്പർവിഷനെ ക്വാളിറ്റീസ്, അതായത് പലതരം ഡെയറി ഡിപ്പാർട്ട്മെന്റിൽ ആണ് ഇതിന്റെ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എംപ്ലോയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിലെയും ഡെയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഇവരൊക്കെ ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കുള്ള ജോബ്സിന്റെ എൻട്രി ക്ഷണിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഓഫീസേഴ്സ്, FSSIയുടെ കീഴിലുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. അപ്പം ഇവരുടെ മെയിൻ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഡെയറി ഇൻഡസ്ട്രിയുടെ പ്രൊഡക്റ്റുകളിൽ FSSI സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പം ഇവർക്ക് ഫുഡ് സേഫ്റ്റി ലോസിനെ പറ്റിയും പിന്നെ ഹൈജീൻ ഇൻസ്പെക്ഷനെ പറ്റിയും റിപ്പോർട്ട് റൈറ്റിങ്ങിലും ഒക്കെ ഒരു സ്കിൽസ് വേണം. അപ്പം ഇതിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് FSSI എക്സാമുകൾ അല്ലെങ്കിൽ PSC എക്സാമുകളാണ് ഇതിൽ മെയിനായിട്ടും വരുന്നത്. അടുത്ത ഒരു മേഖലയാണ് ഡെയറി സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ്. അതായത് ഐക്കർ, NDRI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിസർച്ചിങ്ങും പ്രോഡക്റ്റ് ഡെവലപ്മെന്റും ആനിമൽ പ്രൊഡക്ടിവിറ്റിയെ പറ്റിയൊക്കെ പഠിക്കുകയും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു മേഖല. ഇതിൽ നമുക്ക് മെയിനായിട്ടും വേണ്ടിയ കുറേ സ്കില്ലുകൾ എന്ന് പറയുന്നത് ലാബ് റിസർച്ച്, ഡേറ്റ അനാലിസിസ്, ഡെയറി കെമിസ്ട്രി, പിന്നെ മൈക്രോബയോളജി, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു നോളജ് വേണം. ഇതിന് നമുക്ക് നോർമലായിട്ടും ഇതിന്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഐക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡുകൾ, പിന്നെ ഓരോ സ്റ്റേറ്റിലെയും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടും. പിന്നെ വരുന്ന ഒരു റോളാണ് ഡെയറി എഞ്ചിനീയർ അല്ലെങ്കിൽ പ്ലാന്റ് ഓഫീസേഴ്സ്. അതായത് ഓരോ പലതരം മെഷീനറീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് പാസ്ചറൈസേഴ്സ്, ഓട്ടോമേഷൻ സിസ്റ്റംസ്, സ്കാഡ, ഹോമജനൈസേഴ്സ്, ഇതുപോലുള്ള സിസ്റ്റത്തിലൊക്കെ പ്രോപ്പർ മെയിൻ്റനൻസും റിക്കവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി. അപ്പം ഇതിൽ മെയിൻ ആയിട്ടും ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബേസിക് കാര്യങ്ങളൊക്കെ വേണം. ഡെയറി എക്യുപ്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള ഒരു നോളജ് വേണം. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും വരുന്ന കുറേ ഗവൺമെന്റ് ജോബ്സും അവിടെയുള്ള നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസും വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോപ്പറേറ്റീവ് മേഖലയിൽ, അതായത് അമൂല്, പിന്നെ മിൽമ, ഇതുപോലുള്ള പലതരം കോപ്പറേറ്റീവ് മേഖലയിലും നമുക്ക് ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ആ ഒരു വീഡിയോ കിട്ടാനും ഫർദർ അപ്ഡേറ്റ്സ് ലഭിക്കാനും വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക.